ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്കാണ്, സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ്. നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഡ്രസ്സുകളിലൊക്കെ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൂഗിളിൽ സ്റ്റെൻസിൽ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് പിക്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പ്രിൻ്റ് എടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ്. OHB ഷീറ്റ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താലും മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഒരുപാട് കട്ടി കുറഞ്ഞത് എടുക്കല്ലേ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബാഗ്. നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ ഫയൽസ് കൊണ്ടുപോകത്തില്ലേ, ഇതുപോലത്തുള്ള പ്ലാസ്റ്റിക് ബാഗ് എടുക്കുക. ഇതും അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റേ എടുക്കുന്ന ആ ഒരു എക്സ്റേ ഫിലിം എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ പെർമനൻറ്റ് മാർക്കേഴ്സാണ്. അപ്പം ഇതേപോലെയുള്ള നിബ്ബുള്ളത് എടുക്കണേ, ഒരുപാട് വണ്ണമുള്ള നിബ്ബുള്ളത് എടുക്കരുത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ പേപ്പർ കട്ടേഴ്സ്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചറും ഈ പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് രണ്ട് സൈഡിൽ ഒട്ടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ സെല്ലോ ടേപ്പ് മുകൾ വശത്തും താഴ്വശത്തും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഈ പിക്ചർ അങ്ങ് ഫുള്ള് വരച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എഡ്ജിൽ കൂടെ തന്നെ ഫുള്ള് കവർ ചെയ്തെടുക്കുക. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ തന്നെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വരച്ചിട്ട് കൈ അങ്ങോട്ട് എടുക്കുമ്പോൾ ചിലപ്പം അതും തട്ടി അത് ഫുള്ളങ്ങ് മായാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ തന്നെ യൂസ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തു. ഇനി ഇതേപോലെ കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലുള്ള കട്ടിയുള്ള സർഫസിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഞാൻ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കട്ടറിൻ്റെ ആ ഒരു എഡ്ജ് ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കുക. പുതിയതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഷാർപ്പൺ ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എഡ്ജൊക്കെ ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ ഉള്ളിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പുറത്തോട്ട് എടുത്താൽ മതിയേ. അപ്പോൾ ഒരു എഡ്ജിൽ നിന്ന് നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തു. അങ്ങനെ നമ്മുടെ സ്റ്റെൻസിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന എവിടെയാണോ ആ ഫാബ്രിക് ഒന്ന് എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ മെറ്റാലിക് കളേഴ്സാണ്. ഏത് കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ബ്രോൺസ് ഷെയ്ഡാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ സ്പോഞ്ച് വേണം. ഇതേപോലുള്ള സ്പോഞ്ച് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, അതായാലും മതി. എന്നിട്ട് ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തെന്നി പോവാതിരിക്കാൻ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോഴേ. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യാതെ ആ ഒരു സ്പോഞ്ചിലോട്ട് കളർ എടുത്തിട്ട് ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തും അപ്ലൈ ആയതിന് ശേഷം മാത്രം ഇത് പുറത്തോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒട്ടും വെള്ളം യൂസ് ചെയ്യല്ലേ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇതേപോലെ കിട്ടി. ഇനി ഞാൻ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുവാണ്. സൈസ് 0 ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എഡ്ജസ് ഒക്കെ ഇതേപോലെ ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ എഡ്ജസ് ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് നോക്കിയത് ഇതേപോലെ ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുത്തത്. വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു അരമണിക്കൂറോളം വേണം അല്ലേ. പിന്നെ ഇതേപോലെ സെൻറ്ററിൽ ഞാൻ 2 മിറർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെ ഇതിൻ്റെ ചുറ്റിനും ഇതേപോലെ 3D ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ പിക്ചർ ഇതേപോലെ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം. പക്ഷെ ഞാൻ വരയ്ക്കുന്നില്ലേ. അപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കുമേ. പിന്നെ ഇതേപോലെ ഗോൾഡൻ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫുള്ള് സൈഡിലെല്ലാം ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയേ.
അപ്പോൾ അതാ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നാന്ന് നോക്കിയാൽ നമ്മളിതൊന്ന് പ്രിൻറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ ഉണ്ടാക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് ഫുൾ സാരി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫുൾ ടോപ്പിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് വശത്തും സ്ലീവിൻ്റെ 2 വശത്തും ഒക്കെ ആ ഒരു സിംഗിൾ സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതിവിടെ ചെയ്തേക്കുന്നത് ഒരു ടോപ്പിൻ്റെ യോഗ് ഭാഗത്താണ്. അപ്പം എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫുള്ള് ആ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഒരു 48 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിനൊരു കുഴപ്പവും പറ്റത്തില്ല. എത്ര നാൾ വേണമെങ്കിലും ഇത് ഇതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോടെ തന്നെ ഇരിക്കും. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻറ്റിങ് ടെക്നിക്കാണ് ഇന്നിവിടെ കാണിച്ചത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.